ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ബിഗോണിയ കളക്ഷൻസ് കാണാനാണ്. അത് നമ്മൾ പല വെറൈറ്റി ആയിട്ട് നട്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളക്ഷൻസ് കാണിക്കാനും ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലീഫുകളുടെ ഭംഗി കൊണ്ട് ഉണ്ടാക്കി വരുന്നൊരു ചെടിയാട്ടോ ബിഗോണിയ. എന്ന് വെച്ചിട്ട് പൂക്കൾ ഉണ്ടാവില്ല എന്നല്ല, പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഈ ഒരു ബിഗോണിയ നല്ലൊരു സ്കാൻഡി സ്ട്രൈപ്സ് ബിഗോണിയാണ്. ഇതിന് നല്ല പിങ്ക് ഷേപ്പിലുള്ള പിങ്ക് കളറുള്ള നല്ല ബെൽ ഷേപ്പിലുള്ള പൂക്കളുണ്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് ബിഗോണിയാണ്. നല്ലൊരു ബ്ലാക്ക് ലീഫാണ് ഈ ഒരു ബിഗോണിയക്കുള്ളത്. ഒരു സ്റ്റാർ പോലെയാണ് ഇത് ഏകദേശം ഉണ്ടാവുക. ഇതിൻ്റെ തണ്ടൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, ഒരു മുള്ളുകളുള്ള പോലെയാണ് ഇതിൻ്റെ അപ്പിയറൻസ്. പക്ഷെ മുള്ളൊന്നുമല്ല. അതുപോലെ തന്നെ ഒരുപാട് ബിഗോണിയുണ്ട്. നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഈ ബിഗോണിയക്ക് വെറൈറ്റി ആയിട്ടുള്ള പേരും ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാ ബിഗോണിയുടെയും പേരൊന്നും അറിയില്ല. എന്നാലും കുറച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ബിഗോണിയ കണ്ടോ, നല്ല ഭംഗിയാണ്. നമ്മുടെ വവ്വാലിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, അതിനോട് സാമ്യം തോന്നുന്നൊരു ബിഗോണിയാണ്. അതായത് ഈ കളറിൻ്റെ ഒരു അപ്പിയറൻസും അതുപോലെ തന്നെ അതിലുള്ള ആ വേരിയേഷൻസും കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന് ബാറ്റ് ബിഗോണിയ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹാങ്ങിങ് ആയിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. റൈസോമാറ്റസ് ബിഗോണിയാണ്. മെയിനായിട്ട് ഈ ബിഗോണിയകളൊക്കെ ഈ ഒരു കിഴങ്ങ് പോലത്തെ ഉള്ള ഇതിൽ നിന്നാണ് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് തൈകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇതൊരു സ്റ്റാർ ബിഗോണിയ എന്നാണ് ഈ ഒരു ബിഗോണിയൻ്റെ പേര്. നല്ല സ്റ്റാർ ഷേപ്പിലുള്ള ലീഫുകളാണ് ഇതിനുള്ളത്. തണ്ട് നേരത്തെ ഞാൻ കാണിച്ച ബിഗോണിയ ബ്ലാക്കിൻ്റെ പോലത്തെ ഒരു അപ്പിയറൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ പൂക്കൾക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന ബിഗോണിയ ചെടികളുണ്ട്. അതിനെ നമ്മൾ വാക്സ് ബിഗോണിയ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ റെക്സ് ബിഗോണിയ എന്നും പറയാറുണ്ട്. അങ്ങനെ പലതരത്തിൽ പല വെറൈറ്റിയിൽ പല കളർ വേരിയേഷൻസിൽ പൂക്കളുള്ളതുമായിട്ടുള്ള ബിഗോണിയകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസ് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഇലച്ചെടികൾ വീട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു ചെടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോറൊക്കെ ആയിട്ട് നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാവുന്നതാണ്. കാരണം ഒരു പാർഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ ചെടികൾക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് വീട്ടിൻ്റെ ഉള്ളിൽ വളർത്താമെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു പാർഷ്യലായിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സമയത്താണ് ഈ കളർ വേരിയേഷൻസ് ഒക്കെ വരുന്നത്. ഒരുപാട് വെയിലത്തും അതുപോലെ തന്നെ നല്ല മഴയുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. ഒരു മിതമായ രീതിയിലുള്ള ഒരു മോയിസ്റ്റുള്ള ഒരു കാലാവസ്ഥയാണ് ഈ ചെടികൾക്ക് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ ഈ ചെടിയുടെ പോട്ടി മിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മണ്ണും ചാണകപ്പൊടി, ഇതാണ് നമ്മുടെ വീട്ടിലെ എല്ലാ പ്ലാന്റിൻ്റെയും തന്നെ മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ബിഗോണിയ പ്ലാന്റിൽ നമ്മൾ അത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു ഫെർട്ടിലൈസർ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ്, അതുപോലെ തന്നെ ഈ കരിഞ്ഞ ഇലകൾ, അതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. യാതൊരു തരത്തിലുള്ള കെമിക്കൽസും അതുപോലെ തന്നെ കെമിക്കൽ വളങ്ങളൊന്നും നമ്മുടെ വീട്ടിലുള്ള ഒരു ചെടിക്കും അതുപോലെ പച്ചക്കറിക്കാരും നമ്മൾ ഉപയോഗിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ പോട്ടി മിക്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെടികളൊക്കെ തഴച്ച് വളർത്താവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ കാണുമ്പോൾ കട്ടിങ്സ് എടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ നഴ്സറികളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള കട്ടിങ്സ് എടുക്കാറുണ്ട്. അവരോട് ചോദിച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിഗോണിയകൾ, അതുപോലെ തന്നെ ഒരുപാട് പൈസയൊന്നും ഇല്ലാതെ ചെറിയ തൈകളൊക്കെ ആവുന്ന സമയത്ത് 20 രൂപക്കും 30 രൂപക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഈ ബിഗോണിയൻ്റെ തൈകളൊക്കെ നമുക്ക് നഴ്സറികളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ബിഗോണിയ ചെടി വളർത്തിയെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ മേടിച്ച് നോക്കുക. അപ്പോൾ നമുക്കൊരു ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണാം. അതിനായിട്ട് നമ്മൾ ഹാങ്ങിങ് പോട്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ലൊരു ബ്ലാക്ക് ഹാങ്ങിങ് പോട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഹാങ്ങിങ് ഒക്കെ ആക്കി പോട്ടി മിക്സ് ഒക്കെ ആക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പോട്ടി മിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മണ്ണും ചാണകപ്പൊടിയും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബിഗോണിയേൻ്റെ തൈയാണ്. ചെറിയൊരു കട്ടിങ്ങാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ പോട്ടിൽ നന്നായിട്ട് പടർന്നിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു പോട്ടിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഊന്നി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മണ്ണൊക്കെ നീക്കിയിട്ടിട്ട് ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബിഗോണിയേൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് ലീഫ് ഉപയോഗിച്ചിട്ടും ബിഗോണിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ലീഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു മൂത്ത ലീഫ് നോക്കിയിട്ട് നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്താൽ മതി. ഏകദേശം ഒരു 3 മുതൽ 4 ആഴ്ച ആകുമ്പോഴത്തേക്ക് അതിൽ വേര് പിടിക്കും. പിന്നെ ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു തൈ പോലെ ആവുന്ന സമയത്ത് നമുക്ക് മാറ്റി നട്ടുകൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബിഗോണിയ ചെടീൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഈ ബിഗോണിയ ചെടീൻ്റെ കളക്ഷൻസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന കളക്ഷൻസാണ്. അപ്പോൾ അതാണ് നമ്മൾ വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.